ഹായ് ഫ്രണ്ട്സ് സ്റ്റോറിയുടെ പോവാം. ആഡൽ ബേബി നെക്സ്റ്റ് പാർട്ട്. എന്തടി മച്ചേരി പ്രശ്നം അങ്ങനെ കുറച്ച് അവിടെ ഇന്ത്യ ഡ്രസ്സ് നമ്മളെ നാട്ടിലുള്ള ഡ്രസ്സിലുണ്ട്, ഷോപ്പിലുണ്ടല്ലോ. വാ നമുക്കിവിടെ പോയിട്ട് ഡ്രസ്സ്. വാ സാരിയെല്ലാം ഉണ്ടോ? ആ മോഡൽ സാരിയല്ല ഉണ്ടോ മാം? ഉണ്ട്. അങ്ങനെയായിട്ടൊന്നുമില്ല, മലയാളം സംസാരിക്കാം. ശരി, ഓക്കെ. തമിഴ്നാക്കും അങ്ങനെയായിട്ട് ഡ്രസ്സ് നല്ല ഇഷ്ടപ്പെട്ടു പോയി. അതെ, മലയാളം ഡ്രസ്സ് ഉണ്ടായി. തമിഴിനെ കുറച്ച് പാതി മലയാളം പാതി ഹിന്ദി ആയിരുന്നു. ഞാൻ ഇതിലെല്ലാം മലയാളത്തിൽ പാതി സംസാരിക്കും, കുറച്ച് ഹിന്ദി സംസാരിക്കും. ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ തമിഴാണ് പറയാൻ തുടങ്ങി. അയ്യോ, എന്തോരം കഷ്ടമാണല്ലോ. അതെ നമുക്ക് പോവാം. അങ്ങനെയായിട്ട് ആ പ്ലേസ് തമിഴ് എൻജോയ് ചെയ്യാൻ തുടങ്ങി. വാവ്, പ്ലേസ് സൂപ്പർ. ഞാൻ തമിഴ് എൻജോയ് ചെയ്ത് അങ്ങനെയായിട്ട് ഡൽഹി. അതെ എടി, കൊറിയൻ പോകുന്ന ഫ്ലൈറ്റ് മുങ്ങിയ നമ്മൾ പോയി. അതിനായിട്ട് അവിടുന്ന് ഫ്ലൈറ്റിൽ പോകാൻ പ്ലാൻ ചെയ്തു. നൈറ്റാണ് ഫ്ലൈറ്റും ഉണ്ടാവും പറഞ്ഞു. ഇപ്പം നമുക്ക് ഇവിടെ നോക്കാം. ആ തമ്മൻ്റെ വീട്ടിൽ ഇങ്ങനെ ചെക്കന് വന്നു, പെണ്ണിനെ എടുത്തിട്ട് റെഡി ആയിട്ട്. ഇപ്പോൾ ഹോം മിനിസ്റ്റർ മകൾ തന്നെ റെഡി അയച്ചത്. ഹോം മിനിസ്റ്റർക്കും ഭയങ്കര സന്തോഷമായി. മകളിൻ്റെ ആഗ്രഹമൊക്കെയാണ്. ഹോം മിനിസ്റ്റർ പറഞ്ഞു, എൻ്റെ മോൾക്ക് എല്ലാവർക്കും വേണ്ടി നിങ്ങൾ ഹെൽപ്പ് ചെയ്യാം. അങ്ങനെ ഹീറോയിൻ്റെ പറയാം, സാർ നിങ്ങളെ മോള് എൻ്റെ മോള് മാതിരിയാണ്. എൻ്റെ മകള് ഇത് പറഞ്ഞത് ആയിരുന്നു, ഇവരോട് പറഞ്ഞിരുന്നു. അങ്ങനെ കൊണ്ട് ഞാൻ ഹെൽപ്പ് ചെയ്യുന്നത്. എനിക്ക് എൻ്റെ മോൾക്ക് മാരേജ് ഇൻട്രസ്റ്റ് ഇല്ല. അവൻ എൻ്റെ മോളെ എന്നെ മിരട്ടിയെ കൊണ്ട് ഈ കല്യാണത്തിന് ഞാൻ സമ്മതിച്ചത്. ഓമോസ്റ്ററോട് സാഡായിട്ട് കരഞ്ഞിട്ട് പറയാൻ തുടങ്ങി. ഓമോസ്റ്റർക്ക് ടെൻഷനായി. വിഷമിക്കേണ്ട, ഞാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. നിങ്ങളുടെ ബിസിനസ്സിക്ക് ഞാൻ ഹെൽപ്പ് ചെയ്യുമെന്ന് ഓമോസ്റ്റർ പറഞ്ഞു. ശരി ടാൻസ് സാർ, ഓക്കെ അങ്ങനെ പറഞ്ഞു. ടാൻസ് ഒന്നും പറഞ്ഞില്ല, ജസ്റ്റ് ഫ്രണ്ട്സ്. ഓമോസ്റ്റർ ഹീറോയിൻ്റെ ആയിട്ട് ഫ്രണ്ട്സായി മാറി. അങ്ങനെയായിട്ട് ഓമോസ്റ്റർ നോക്കാൻ തുടങ്ങി. എല്ലാം റെഡി ആയിട്ട് ചെക്കൻ വന്നു റെഡി ആയതായിരുന്നു മണ്ഡപത്തിൽ. അങ്ങനെയായിട്ട് കല്യാണം മാരേജ് ഡേയ്സ് വന്നു. അങ്ങനെ കല്യാണം ഹോം മിനിസ്റ്റർ വരുന്നു. എല്ലാവർക്കും അറിഞ്ഞായിരുന്നു. ചെക്കൻ്റെ അമ്മയ്ക്കും അച്ഛനൊക്കെ അറിഞ്ഞില്ലായിരുന്നു. ചിലവർക്കും എല്ലാം കുറച്ച് അറിഞ്ഞായിരുന്നു. അവരൊന്നും കുസു സംസാരിക്കുമായിരുന്നു. അങ്ങനെ ചെക്കനെ കൊണ്ടുവരാം, പെണ്ണിന് കൊണ്ടുവരാമെന്ന്. പെണ്ണിന് വന്ന് മണ്ഡപത്തിലിരുത്തി. അങ്ങനെ കുറേശ്ശെ മന്ത്രം അറിയാൻ തുടങ്ങി. അങ്ങനെ ഇങ്ങനെ ചടങ്ങും മാരേജ് നടന്നു. അങ്ങനെ വീട്ടിലെ തുണി എടുക്കുമ്പോൾ അവനക്ക് ഷോക്ക്. നീ ആരാ? അപ്പം തമൻ എവിടെ? തമൻ ഹോമിസ്റ്റർ മുറിക്കാൻ തുടങ്ങി. അങ്ങനെ ഹോമിസ്റ്റർ ഗൺ വെച്ച് മിരട്ടാൻ തുടങ്ങി. നീ ഇവിടെ താലി കെട്ടി കഴിഞ്ഞു, ഇപ്പം സിന്ദൂരം വെക്ക്. പേടിച്ച് അവന് ഹോമിസ്റ്റർ അറിയുമായിരുന്നു. അങ്ങനെ പേടിച്ച് ഇങ്ങനെ തലയിൽ വെച്ചു. അങ്ങനെ ഹോമിസ്റ്റർ ഇങ്ങനെ പിടിച്ച് വന്നു. ഹോമിസ്റ്റർ പറയാൻ തുടങ്ങി, നീ എൻ്റെ മകളെ കൂടെ ഉണ്ടാവണം. അതുമാത്രമല്ല എന്തോന്ന് പ്രശ്നം വന്ന ഞാൻ എന്നെ വീട്ടിൽ. ഹോമിസ്റ്റർ ഇങ്ങനെ മിരട്ടായിരുന്നു. അവനിക്ക് മാരേജ് ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. അങ്ങനെയായിട്ട് അവൾ നോക്കിയാണ്. ശരി, ഇവനെ പറഞ്ഞ് ശരിയാവില്ല പറഞ്ഞു. ഹോം മിനിസ്റ്റർ പറഞ്ഞു, കുറച്ച് നാൾ ഇവനെടുത്തോണ്ട് പോയി എൻ്റെ വണ്ടിയിലിട്ടു. അങ്ങനെ കല്യാണ ചെക്കനിട്ടു. അവരുടെ വീട്ടിലൊക്കെ ചെക്കനെ കൊണ്ടുപോയി. അങ്ങനെ ഇവിടെ എല്ലാം പ്രോബ്ലം സോൾവായി. അച്ഛാ, എന്താ മോനെ? അച്ഛാ, ഇപ്പോൾ അവർ പോയിട്ടിരിക്കില്ല അച്ഛാ, ഞാൻ പോവാം. അത് എന്താടാ നീ പറഞ്ഞത്? അച്ഛാ, ഞാൻ പോവാണ് അച്ഛാ എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ അവിടെ എയർപോർട്ട് നൈറ്റ് പോവാം. അങ്ങനെ കുറച്ച് നാൾ അവിടെ ട്രിപ്പ് എൻജോയ് ചെയ്ത ശേഷം പോകാമെന്ന് തമന്ന പ്ലാനായിരുന്നു. അങ്ങനെയായിട്ട് ചേട്ടൻ രാത്രി അവിടേക്ക് വന്നെത്തി. അതി എവിടെയാടാ ഉള്ളത്? ഞാനിവിടെ നിന്നാണ് ഉള്ളത്. എൻ്റെ സോൾ കഴിഞ്ഞ് ആദ്യം വറുത്ത് വന്നിറങ്ങി. ഇടാ എന്താണ് പ്രോബ്ലം സോളാ? മച്ചാ, പ്രോബ്ലം സോളിടാ. ഞാൻ കുറച്ച് നാൾ ഇവിടെ താമസിക്കാൻ പറഞ്ഞു. എൻ്റെ സോൾ പോലെ കഴിഞ്ഞിടാ, എന്നെ നമുക്ക് ഇവിടുന്ന് പോവാം. അങ്ങനെ ഹീറോയിനോട് പറയാൻ തുടങ്ങിയായിരുന്നു. ചേട്ടാ, നീ എവിടെ എന്താ ചേട്ടാ? നൈറ്റ് പോകുന്ന ഫ്ലൈറ്റ്? അതേ മോളെ, നൈറ്റാണ് ഫ്ലൈറ്റ് പോകുന്നത്, രാത്രിയാണ് ഫ്ലൈറ്റ് പോകുന്നത്. ഞാനിപ്പോൾ വന്നതാ. എനിക്ക് രാവിലെ പ്രശ്നം തീർന്നു. ഞാൻ ഡയറക്റ്റ് ഇവിടേക്ക് വന്നതാ. ചേട്ടാ, നൈറ്റ് ഫ്ലൈറ്റ് ഓക്കെ മാ, നൈറ്റ് ഫ്ലൈറ്റിൽ പോവാം. ഇവിടെ റെസ്റ്റ് എടുക്കാൻ പറ്റില്ല മോളെ. അങ്ങനെയിട്ട് ചേട്ടനും കൂടെ വരാം. അതേ മോളെ, ഞാനും വരാം. അച്ഛൻ ഇവിടെ എന്താ ചെയ്യുക? അച്ഛന് വിഷമിക്കണം. അച്ഛൻ അവിടെ ഹോമിസ്റ്ററിന് കൂടെ അവർ എൻജോയ് ചെയ്യാം. നമുക്ക് ഇവിടുന്ന് പോവാം. അങ്ങനെയായിട്ട് പ്ലാൻ ചെയ്ത് തുടങ്ങി. ചേട്ടനും കൂടെ വന്നായിരുന്നു. ചേട്ടനെ ഇല്ല, ഞാൻ എന്നെ ഡ്രോപ്പ് ചെയ്ത് കണ്ടിട്ട് ഞാൻ പോവും. അത് മാത്രമല്ല എനിക്കൊരു സേഫ് ആവണം. അങ്ങനെ കൊണ്ട് പറഞ്ഞു. ശരി ചേട്ടാ, ഞാൻ കുറച്ച് ജോലിയുണ്ട്. ശരി, ഓക്കെ. അങ്ങനെയായിട്ട് വീട്ടിലേക്ക് വന്നു. അങ്ങനെ ആ കുറിയൊക്കെ വന്ന് ഇറങ്ങി. എല്ലാവരും വന്നു. വാവ്, പ്ലേസ് നന്നായിട്ടുണ്ടല്ലോ ചേട്ടാ. അതെ. അങ്ങനെയായിട്ട് ഇവർ എൻജോയ് ചെയ്യാമായിരുന്നു. അങ്ങനെ തമ്മാന അവിടെ റെസ്റ്റ് എടുത്ത് ഇതായിട്ട് എൻജോയ് ചെയ്യാമായിരുന്നു. അവിടെ ഒരു കുട്ടി, നല്ല ഭംഗിയുള്ള നല്ല വൈറ്റ് ഡ്രസ്സ് ഇട്ട ഒരു കുട്ടിയായിരുന്നു. 4 പേര് ആ കുട്ടി ഇങ്ങനെ ഉള്ളിൽ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ കുട്ടി അവിടുന്ന് ഓടിപ്പോകാൻ തുടങ്ങി. അർജുൻ ഇങ്ങനെ കോഫി കുടിക്കായിരുന്നു. അവരിങ്ങനെ ഏതാണ്ട് തരുന്നു. അങ്ങനെ കെട്ടി വന്ന് അർജുൻ മുട്ടി കോഫി താഴെ വീണു. എവിടെ നോക്കി നടക്കുന്നതെന്ന്
അർജുൻ ചോദിച്ചു. അങ്ങനെ മിയ പേരായിരുന്നു മിയ. കണ്ണെടുക്കാൻ നോക്കി. പ്ലീസ് സർ, പ്ലീസ് ഹെൽപ്പ് മീ എന്ന് അർജുനോട് പറഞ്ഞു. അർജുൻ ഓക്കെ എന്ന് തിരിഞ്ഞു നോക്കി. 4 പേരുണ്ടായി. 4 പേര് അടിച്ച് ശരിയാക്കി. എന്താടാ ഇങ്ങോട്ട് അങ്ങനെ മീൻസ് ജിം ബോഡിയാണ്. ജിംക്കല്ലേ പോവാ അർജുൻ, നല്ല ജിം ബോഡിയാണ്. അർജുൻ അവൻ ഇടിച്ച് ശരിയാക്കി. അങ്ങനെ ആ കുട്ടിയുടെ അടുത്ത് പറഞ്ഞു വാട്ട് ഈസ് പ്രോബ്ലം എന്ന് ഇംഗ്ലീഷിൽ പ്രോബ്ലം ചോദിച്ചു. ആ കുട്ടി പ്രശ്നം ഇത് പറഞ്ഞു. പ്ലീസ് സാർ എന്നെ ഡ്രോപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞു. ശരി ഓക്കെ ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞു. ടാക്സി ബുക്ക് ചെയ്യാൻ പറഞ്ഞു. ടാക്സി ബുക്ക് ചെയ്യാൻ അതിനായിട്ട് ഹീറോയിൻ്റെ അങ്ങനെ ചേട്ടൻ ഫ്രണ്ട് പറഞ്ഞ ഒരു കാർ മങ്ങിയായിരുന്നു. ഇങ്ങനെ പാട്ട് കാർ ഒരു കുറച്ച് നാൾ ഇവിടുത്തെ വയ്ക്കാൻ പോകും വേണ്ടി ആ കാർ ഡ്രൈവ് ചെയ്തു. എയിലെ പോകാമെന്ന് ചോദിച്ചു. അങ്ങനെയായിട്ട് ഡ്രോപ്പ് ചെയ്തു. ശരി ഓക്കെ പോവാം. അർജുനെ കണ്ടിട്ട് മിയക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയി. മിയ എവിടെയാണ് അർജുനെ ഫോളോ ചെയ്യണം, എവിടെ ഡ്രോപ്പ് ചെയ്ത് അതേ പ്ലേസിൽ മിയ വന്നു. അങ്ങനെ മിയ കോഫി ഷോപ്പ് വെയിറ്റ് ചെയ്താൻ തുടങ്ങി. അങ്ങനെ അർജുൻ അവിടെ നടക്കുന്ന കണ്ടു. അർജുനെ കൂടി ഫോളോ ചെയ്യാൻ തുടങ്ങി. മിയാൻ്റെ ബോഡി ഗാർഡ് ഉണ്ടായിരുന്നു. മിയ ആരാണ് രക്ഷിക്കണം. മിയ ഡേയ്സ് ഇങ്ങനെ അർജുനെ ഫോളോ ചെയ്യുക, റെഡ് ബൈ അങ്ങനെ മിയക്ക് ഒരുപാട് ഇഷ്ടം തോന്നാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം മിയാൻ്റെ ബോഡി ഗാർഡ് പറയുന്നത് മാം സാർ എയർപോർട്ട് വന്നിട്ടുണ്ട് സാർ. എന്ത് എയർപോർട്ടിക്കാ? അങ്ങനെ മിയ ഗുഡു ഓടി വന്നു. കോളേജ് ഉണ്ടായിരുന്നു മിയക്ക്. സോറി മാം എനിക്ക് വേത്തുമ്പോൾ അങ്ങനെ ഗുഡു മിയ അവിടുന്ന് ഓടി വന്നു. അങ്ങനെ മിയ വന്ന് നോക്കുമ്പോൾ അവൻ പോയി കഴിഞ്ഞു. അങ്ങനെ അർജുൻ ഫ്ലൈറ്റ് പോയായിരുന്നു. മിയക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ട്രാഫിക് ആണ്. അങ്ങനെ മിയാൻ്റെ ബോഡി ഗാർഡ് വന്ന് അർജുൻ്റെ കുറച്ച് ഹീറോയിന്മാരെല്ലാം പിടിച്ച് വെച്ചായിരുന്നു. അങ്ങനെ മിയ വന്ന് കൂടി വന്ന് കേട്ടു. അതെ ഇപ്പോൾ എയർപോർട്ടിൽ ഒരാൾ പോയില്ലേ, ആരാണ് മിയ ചോദിച്ചു. മാഡം അതിന് കുറച്ച് സംസാരിക്കാം. മിയ പറയാൻ തുടങ്ങി. മിയ സാഡായിട്ട് കയറിയാൻ തുടങ്ങി. ഗേൾസിലും കുറച്ച് ബോഡി ഗാർഡ്, ആ ഗേൾസിൻ്റെ ഒരു ബോഡി ഗാർഡ് കെട്ടിപ്പിടിച്ച് മിയ കയറിയാൻ തുടങ്ങിയായിരുന്നു. ഇത് കണ്ട് ഹീറോയ്ക്ക് ഷാക്ക്. തമ്മനെ ചോദിച്ചു എന്ത് പറ്റി മാം? അതെല്ലാം എനിക്ക് അവർ ഇഷ്ടപ്പെട്ടു, എന്നെ രക്ഷിച്ചായിരുന്നു. മിയ സാഡായിട്ട് പറയാൻ തുടങ്ങിയായിരുന്നു. ശരി ഓക്കെ നിങ്ങൾ വിഷമിക്കണം, നമുക്ക് കുറച്ച് സംസാരിക്കാമെന്ന് ഹീറോയെ തമ്മനെ ചോദിച്ചു. അങ്ങനെ മിയ ഓക്കെ മാം